നമസ്കാരം. ഈ ചിത്രത്തിൽ കാണുന്നത് രാഹുൽ ഈശ്വർ, രാഹുൽ മാങ്കൂട്ടത്തിൽ, രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാന നേതാവ്. രാഹുൽ ഈശ്വർ അല്ല. ഇപ്പോഴും മാങ്കൂട്ടത്തിൽ പ്രശ്നത്തിൽ കോൺഗ്രസിൻ്റെ സൈബർ സംഘവും വീക്ഷണവും ജയ്ഹിന്ദ് ടിവിയും വരെ രാഹുൽ ഈശ്വറാണ് പാർട്ടി എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് ഒരു അറിയിപ്പ് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഇക്കാര്യം പറഞ്ഞത്. പീഡനക്കേസിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാടാണ് കോൺഗ്രസിൻ്റെ നിലപാട്. പ്രധാനമായി ശ്രദ്ധിക്കണം, രാഹുൽ ഈശ്വറിൻ്റേതല്ല. കേരളത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും സ്ത്രീയോട് അതിക്രമം കാണിച്ച കേസുണ്ടായാൽ ഉടനെ ഇര ആരാണെന്ന് കണ്ടെത്തി ഇരയ്ക്ക് എതിരെ അപവാദ പ്രചരണം, വേട്ടക്കാരൻ ആരാണെന്ന് കണ്ടെത്തി അയാൾക്ക് സുരക്ഷിത മതിലൊരുക്കൽ, ഇതാണ് രാഹുൽ ഈശ്വറിൻ്റെ സ്ഥിരം പരിപാടി. അത് സവാദ് മുതൽ ദിലീപും മാങ്കൂട്ടത്തിലും വരെയുള്ളവരുടെ കഥകൾ നോക്കിയാൽ മനസ്സിലാവും. കോൺഗ്രസിലും ഒരു മാങ്കൂട്ടത്തിൽ പ്രതിസന്ധി വന്നപ്പോൾ രാഹുൽ ഈശ്വറാണ് മാങ്കൂട്ടത്തിന് ഉണ്ടായത്. പരാതിക്കെതിരെ സംസാരിക്കാനും പരാതിക്കാരെ അപരാധം പറഞ്ഞ് വൃത്തികേടുകളും വ്യാജ വിവരങ്ങളും പറഞ്ഞ് അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി അധിക്ഷേപത്തിന് സൈബർ കൂട്ടങ്ങൾക്ക് ഇട്ടുകൊടുക്കാനും വ്യാജ നറേറ്റീവുകൾ ഉണ്ടാക്കാനും ഒക്കെ നേതൃത്വം നൽകുന്ന ചാനലുകളൊക്കെ വലിയ തോതിൽ വിളിച്ചു വരുത്തി പറയാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒരു സാമൂഹ്യ ശല്യമായി തോന്നിയിട്ടോ എന്തോ നമുക്കറിയില്ല, ഒടുവിൽ പോലീസ് പിടിച്ചുകൊണ്ടുപോയിട്ടാണ് ഉള്ളത്. പക്ഷേ വീക്ഷണവും ജയ്ഹിന്ദും തുടങ്ങി സൈബർ മേധാവി VT ബൽറാമും ഷാഫി പറമ്പിലും സന്ദീപ് വാര്യരും വരെ അതിന് പിന്നിൽ അണിനിരക്കുന്ന കാഴ്ച കണ്ടിട്ട് ഇതാണോ പാർട്ടി എന്ന് ചില കോൺഗ്രസ്സുകാരെങ്കിലും രോഷത്തോടെ ചോദിച്ചു തുടങ്ങിയതാണ് ഏക ആശ്വാസം. രാഹുൽ ഈശ്വർ ചാനൽ ചർച്ചയിൽ പറയും, ബാക്കിയുള്ളവർ അതെടുത്ത് നടക്കും എന്നുള്ളതായിരുന്നു അവസ്ഥ. മാങ്കൂട്ടത്തിനെതിരായ നിലപാടുള്ള ചെന്നിത്തല മുതൽ സതീശനും ഉണ്ണിത്താനും വരെ ആക്രമണത്തിന് ഇരയാകുന്ന സാഹചര്യം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സൈബർ സംഘങ്ങൾ KPCCയുടെ സെല്ല് തന്നെ പ്രസവിച്ചു കൂട്ടിയ ഐഡികളാണ് ഈ സൈബർ കൂട്ടങ്ങൾ, ഈ ഫേക്ക് ഐഡികൾ എന്ന് ഉള്ള വാർത്ത വരുന്നത്. മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ച് ഒടുക്കം പാർട്ടി ഇല്ലാതാകുന്ന ഘട്ടം വന്നപ്പോൾ ഹൈക്കമാൻഡ് ഇടപെട്ട് കളഞ്ഞു. അങ്ങനെ കൂട്ടത്തിൽ പൊതുമധ്യത്തിൽ അവതരിപ്പിക്കാൻ കൊള്ളാവുന്ന ഒരു നേതാവിനെ അതിൻ്റെ തലവനാക്കി, സാക്ഷാൽ ഹൈബിയുടെ. ഇനി ഹൈബിയുടെ വിധി സൈബർ തെറിക്കൂട്ടം തീരുമാനിക്കുമോ എന്തോ, അതാണ് ഒരേ ഒരു പേടി. എന്തായാലും ഇക്കാര്യത്തിൽ ഒരാശ്വാസമുണ്ട്. അങ്ങനെ ഒരാൾ അവിടെ ഇരിക്കുന്നതിൽ ഒരാശ്വാസമുണ്ട്. VT ബൽറാം നേരത്തെ തന്നെ ഒഴിവാക്കപ്പെട്ടു എന്നൊക്കെ വാർത്ത വന്നതാണ്. എന്തായാലും പൂർണ്ണമായിട്ട് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ഒടുവിലത്തെ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക. ബാക്കി എന്താണെന്ന് കാത്തിരുന്ന് കാണാം. കോൺഗ്രസ് നേതൃത്വം ലേശം വൈകിയാണെങ്കിലും ബുദ്ധി കാണിച്ചു എന്നാണ് വിചാരിക്കുന്നത് ഞാൻ. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും രാഹുൽ ഈശ്വറിൻ്റെയും അല്ല, രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയാണ് എന്ന് തെളിയിക്കണം. അതിൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയണം. അത് പറയാൻ എല്ലാവർക്കും പേടിയാണ് താനും. നടപടിയെടുത്തു എന്നല്ലാതെ ചെയ്തത് മോശമായിപ്പോയി എന്ന് പറയാൻ ഒരാളുടെ നാവ് പൊങ്ങുന്നില്ല. ഇനി അഥവാ പറഞ്ഞാലോ, രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഗതി വരും. ഉണ്ണിത്താനാണ് സെൻസിബിളായി രാഹുലിനെ തള്ളിപ്പറഞ്ഞ ഒരേ ഒരു മുതിർന്ന നേതാവ്. എന്നാൽ തൊട്ടടുത്ത നിമിഷം മൂപ്പരെ ശരിപ്പെടുത്താൻ സൈബർ കൂട്ടം ഇറങ്ങി. ഉണ്ണിത്താനിലെ ആള് മൂപ്പര് തിരിച്ചടിച്ചു. റിപ്പോർട്ടർ TVയിൽ സ്മൃതി പരുത്തിക്കാടിനോട് പറഞ്ഞ വാക്ക് കേട്ടാൽ ഏത് മാങ്കൂട്ടത്തിലും ഏത് സൈബർ ടീമും ഒന്ന് പേടിക്കും. ഉണ്ണിത്താൻ പറഞ്ഞത് ഇങ്ങനെയാണ്: 60 വർഷത്തിനടുത്തായ തൻ്റെ ജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പരാതിയും എനിക്കെതിരെ, ഒരാരോപണവും എനിക്കെതിരെ ഉയർന്നിട്ടില്ല. ഉണ്ടായത് ഒരാൾക്കൂട്ട ആക്രമണമാണ്. അത് കോടതി തന്നെ ക്വാഷ് ചെയ്ത് കളഞ്ഞതുമാണ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിക്ക് വേണ്ടി കോൺഗ്രസിനെ നശിപ്പിക്കുന്ന പരിപാടിയാണ് നടക്കുന്നത് ഇപ്പോൾ. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയിൽ 2 CPMകാർ അറസ്റ്റിലായിട്ടുണ്ട്. അവർക്കെതിരെ ഈ സൈബർ ആക്രമണം ഇവന്മാർ നടത്തിയിട്ടുണ്ടോ? വല്ലതും പറഞ്ഞിട്ടുണ്ടോ? BJPക്കെതിരെ എന്തെങ്കിലും ആക്രമണം നടത്തുന്നുണ്ടോ? ഇല്ല. കോൺഗ്രസിനകത്ത് വ്യക്തിത്വമുള്ള നേതാക്കളുടെ വായ അടപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ വിളിച്ചു പറയും, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇവരുടെ സകല ചരിത്രവും അറിയാവുന്ന ആളാണ് ഞാൻ. പലതും പരക്കെ വിളിച്ചു പറയും, പറയുന്നവൻ്റെ അന്ത്യം കുറിക്കും. ഇതൊരു കേസ് മാത്രമല്ല, ഒരുപാട് കേസുകളുണ്ട്. ആ കേസുകളെക്കുറിച്ച് എല്ലാം അറിയാവുന്ന ആളാണ് ഞാൻ. ഏത് കേസ്? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ. ഈ സൈബർ ആക്രമണം തുടർന്നാൽ ഞാൻ വാർത്താ സമ്മേളനം നടത്തും. എനിക്കറിയാവുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ പൊതുജനത്തിന് മുന്നിൽ കൊണ്ടുവരും. തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ പോകട്ടെ, എനിക്കാരെയും പേടിയില്ല. സൈബർ ആക്രമണത്തെയൊന്നും ഞാൻ പേടിക്കില്ല. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കും. ഇനിയും പറയിപ്പിക്കാനാണ് ഭാവമെങ്കിൽ മുഴുവൻ വിളിച്ചു പറയും എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ സ്മൃതി പരുത്തിക്കാടിനോട് പറഞ്ഞത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ പൊതുവായ ശബ്ദമായി ഉയരേണ്ടത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഉണ്ണിത്താൻ പറഞ്ഞതുപോലുള്ള നിലപാടായിരുന്നു. എന്നാൽ സസ്പെൻഡ് ചെയ്തു എന്ന ഒരൊറ്റ കാര്യത്തിൽ ഉറച്ചു നിന്ന് VD സതീശനോ മറ്റ് നേതാക്കളോ, അതായത് നിലപാട് ഇക്കാര്യത്തിലുള്ള നേതാക്കളോ ആരും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയുകയോ അദ്ദേഹത്തിൻ്റെ തെറ്റാണെന്ന് വിളിച്ചു പറയുകയോ ചെയ്യാൻ തയ്യാറാവുന്നില്ല. സസ്പെൻഡ് ചെയ്തു എന്നുള്ളത് അംഗീകരിക്കേണ്ട നടപടി തന്നെയാണ്. പക്ഷേ യുവാക്കളെ
ഇത്തരത്തിലുള്ള യുവാക്കളെ ആണ് പാർട്ടി വളർത്തിയത് എന്നത് ഭാവിയിൽ കോൺഗ്രസിനും വലിയ തിരിച്ചടി ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് മാങ്കൂട്ടത്തിൻ്റെ ഈ ഇഷ്യൂവിൽ ഉണ്ണിത്താനെ പോലെ ഉറച്ച നിലപാട് വിളിച്ചു പറയുക എന്നുള്ളതാണ് പാർട്ടിയെ സംബന്ധിച്ച് പ്രധാനം. സമ്പൂർണ്ണമായി തള്ളി പറയുക എന്നതാണ് അനിവാര്യമായ കാര്യം. യുവാക്കൾ എന്നാൽ ക്രിമിനൽ സംഘമല്ല, രാഷ്ട്രീയത്തിന് പ്രതീക്ഷയാകേണ്ട ആളുകളാണ്. ഇക്കാര്യത്തിൽ അരാഷ്ട്രീയമായ കുറേ നേതാക്കളെ വളർത്തിവിട്ട് പള്ളു വിളിക്കലും സ്ത്രീകളെ ആക്രമിക്കലും ഗർഭഛിദ്രവും ഒക്കെ യോഗ്യതയായി കണക്കാക്കും മട്ടിലാണ് പല കാലത്തും ഈ സമീപ നാളുകളിൽ പെരുമാറിയിട്ടുള്ളത് പല നേതാക്കളും. എന്നിട്ട് 2 റീൽസ് ഇട്ട് ഹിറ്റായാൽ ഉടനെ പിടിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയാക്കും, പാലക്കാട് MLA ആക്കും. ഒടുക്കം വീണിതല്ലോ കിടക്കുന്നു രാഹുൽ എന്ന അവസ്ഥയിലായി. രമേശ് ചെന്നിത്തല ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം റിപ്പോർട്ടർ TVയോട് യുവാക്കളുടെ രാഷ്ട്രീയ പ്രവേശത്തെക്കുറിച്ച് കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ചെറുപ്പക്കാരായ പൊതുപ്രവർത്തകർ ജാഗ്രത പാലിക്കണം. നമ്മൾ നല്ല വ്യത്യസ്തമായി ഉടുപ്പിട്ട് പോയാൽ, വ്യത്യസ്തമായ വലിയൊരു കാറിൽ സഞ്ചരിച്ചാൽ ഇതൊക്കെ ജനം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. കേരളം അങ്ങനെയാണ്. ഒരു പൊതുപ്രവർത്തകർ മോഡലായി നിൽക്കേണ്ട ആളാണ്. ജനങ്ങൾക്ക് മാതൃകയാകണം, ഹീറോകളാകണം. അല്ലെങ്കിൽ അത് അവർ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കും പൊതു സമൂഹത്തിനാകെയും പ്രശ്നമായി മാറും. ആ രാഹുൽ മാങ്കൂട്ടത്തിന് എങ്ങനെയാണ് ഇത്രയധികം പ്രചരണം കിട്ടുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറയുന്നുണ്ട്. അത് സൈബർ ലോകത്ത് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നാണ് ചെന്നിത്തല പറയുന്നത്. ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നതാണ് പ്രധാനം എന്നൊക്കെ കരുതുന്നവരുണ്ട് എന്നാണ് ചെന്നിത്തല പറയുന്നത്. കാര്യത്തിൽ അദ്ദേഹം നിലപാട് തുടക്കം മുതലേ എടുത്ത് വ്യക്തമാക്കിയ ആൾ തന്നെയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് രക്ഷയായി RSSകാരൻ വക്കീൽ രംഗത്തെത്തി, BJPയുടെ വക്കീൽ രംഗത്തെത്തി എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇതിൻ്റെ തുടർച്ചയായാണോ അതോ തുടക്കമായിട്ടാണോ എന്നറിയില്ല. വിചിത്രമായ വാദങ്ങളുമായിട്ടാണ് സാക്ഷാൽ രാജീവ് ചന്ദ്രശേഖറും സുരേഷ് ഗോപിയും രംഗത്തെത്തിയത്. ആത്യന്തികമായി രാഹുലിന് സഹായകരമായ വാദങ്ങൾ, മാങ്കൂട്ടത്തിന് വേണ്ടി വീക്ഷണവും സൈബർ സംഘവും ഉയർത്തുന്ന അതേ വാദങ്ങൾ രാജീവ് ചന്ദ്രശേഖർ ചാനലുകാരൊക്കെ വിളിച്ച് അങ്ങ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ പ്രധാന പൊരുൾ ഇങ്ങനെയാണ്: എന്തുകൊണ്ടാണ് ഇപ്പോൾ കേസെടുത്തത്? ശബരിമലയിൽ നടന്ന സ്വർണ്ണമോഷണത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള പരിപാടിയാണ് ഈ കേസെടുക്കൽ. ഇത് CPMൻ്റെ ഒരു പൊളിറ്റിക്കൽ തന്ത്രമാണ്, തെരഞ്ഞെടുപ്പിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ. ഇക്കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകരുത്, ശ്രദ്ധ മാറ്റാനുള്ള ശ്രമമാണ് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. ചുരുക്കത്തിൽ കോൺഗ്രസിനെ പോലെ BJPയും പെട്ടു എന്ന നിലയിലേക്കാണ് അവരുടെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. BJPയിൽ നിന്നാണ് ഒരാൾ രാഹുൽ മാങ്കൂട്ടത്തിന് ആദ്യമായി പിന്തുണയുമായി എത്തിയത്. DGP ആയിരുന്ന R ശ്രീലേഖ. പിന്നാലെ BJPക്കൊപ്പം നടക്കുന്ന അഡ്വക്കേറ്റ് അദ്ദേഹത്തിന് ഒപ്പം വന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു സഹായകരമായ പരസ്പര സഹായ സഹകരണ സംഘമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറും സുരേഷ് ഗോപിയും പറയുന്നത് ഇതിൽ ഗർഭക്കേസിലൊന്നും ഞങ്ങൾ തലവെക്കില്ല, ഞങ്ങൾക്ക് വേറെ ചിലത് പറയാനുണ്ട് എന്നാണ്. ഇക്കാര്യത്തിൽ പ്രതികരണം പോലും നടത്താത്ത സുരേഷ് ഗോപി പറയുന്നത്. പൊതുവെ വലിയ സിനിമാ ഡയലോഗുകൾ കാച്ചുന്ന ആളാണ്. അവിടെ വേണമെങ്കിൽ പരാതിക്കാരുടെ വീട്ടിൽ തന്നെ പോയി സിനിമാ ഡയലോഗ് കാച്ചുന്ന ആളാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ അതിന് തയ്യാറില്ല എന്നുള്ളതാണ്. ചുരുക്കത്തിൽ BJP എത്തി നിൽക്കുന്നതും ഒരു പ്രതിസന്ധിയാണ് എന്ന് വേണം കരുതണം. രാഷ്ട്രീയമായി നോക്കുമ്പോൾ ശരിയാണ്, ഒരു വലിയൊരു രാഷ്ട്രീയ ബലാബലത്തിലേക്ക് പോവുകയാണ് തെരഞ്ഞെടുപ്പിൽ. അവിടെ രാഹുൽ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പ്രതിക്കൂട്ടിൽ നിന്ന് കോൺഗ്രസ് അയാൾക്കൊപ്പം നിൽക്കുന്നു എന്ന തോന്നലുണ്ടാക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ 1-2 പേര് എതിർത്താൽ അവരെയും ആക്രമിക്കുന്നു. പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ചയായി നിൽക്കുന്ന വിധത്തിൽ കോൺഗ്രസ് നിലപാടെടുക്കും. സമ്പൂർണ്ണമായി തള്ളിക്കളഞ്ഞാൽ ഇതിവിടെ തീരുന്നതാണ്. പക്ഷേ അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്നു. BJPയും ഇതാ ഇങ്ങനെ ഈ അവസ്ഥയിൽ നിൽക്കുന്നു. കോൺഗ്രസിൻ്റെ പ്രതിസന്ധിയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. മാങ്കൂട്ടത്തിന് വേണ്ടി നിലകൊള്ളും വിധം പൊതുമധ്യത്തിൽ അനാവരണം ചെയ്യപ്പെടുകയാണ് കോൺഗ്രസ്. VD സതീശനൊന്നും നാട്ടിലിറങ്ങി നടക്കാനാവാത്ത അവസ്ഥ. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുന്നിൽ അന്തിച്ച് നിൽപ്പാണ്. സസ്പെൻഡ് ചെയ്ത് നിർത്തി എന്നല്ലാതെ പരാതിക്കാരിയുടെ കൂടെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന നിലപാട് സതീശനും വ്യക്തമാക്കുന്നില്ല. മാത്രമല്ല, രാഹുലിനൊപ്പമാണ് എന്ന് തോന്നിപ്പിക്കും വിധത്തിൽ ചില പാർട്ടി നേതാക്കളും സംവിധാനവും ഒരുപോലെ നിലപാടെടുക്കുകയും ചെയ്യുന്നു. സമ്പൂർണ്ണമായി തള്ളിപ്പറഞ്ഞാൽ പൊതുമധ്യത്തിലെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. ജനങ്ങൾക്കിടയിൽ വിശ്വാസ്യത വർദ്ധിപ്പിക്കും അങ്ങനൊരു നിലപാടെടുത്താൽ. എന്നാൽ അതിന് തയ്യാറാവുന്നില്ല. ഇക്കാര്യത്തിൽ ഒന്നും മിണ്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട്. വേറെ വല്ല ചോദ്യമുണ്ടോ? അല്ല, അവര് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഇത് ഞാനിവിടെ ഗസ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്, മീറ്റ് ദ പ്രസിന്. മനസ്സിലായി? ഞാൻ നടത്തുന്ന പത്രസമ്മേളനങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 4-5 പേര് വന്നിട്ട് സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ്. നിങ്ങൾ ആദ്യം പോയിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയോടൊരു ചോദ്യം ചോദിക്കും. ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകന് അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കാൻ പറയട്ടെ. പത്രസമ്മേളനം നടത്തൂല, മീഡിയ കാണൂല, കണ്ട 50 മിനിറ്റ് മറ്റേ റേഡിയോയാണ്. ഇങ്ങോട്ട് പറഞ്ഞ കേൾക്കണം. എന്നിട്ടൊരു 4 ചോദ്യം സ്പോൺസേഡ് ചോദ്യം ചോദിച്ചു പോകും. ഞങ്ങളുടെ പത്രസമ്മേളനങ്ങൾ വന്ന് മനഃപൂർവ്വമായി ദേശാഭിമാനി കൈരളി ആളുകൾ വന്ന് നമ്മൾ മറുപടി പറഞ്ഞ ചോദ്യം 5-10 പ്രാവശ്യം ചോദിച്ചു. ഇത് ചായക്കടയിലെ ചർച്ചയല്ല, ഇത് കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ നടക്കുന്ന മീറ്റ് ദ പ്രസാണ്.
അത് മനസ്സിലാക്കി ചോദിച്ചാൽ നന്നാ. ഞാൻ നിങ്ങളുടെ ഒരു ചോദ്യത്തിനും മറുപടിയില്ല. എന്തുകൊണ്ടാണ് സതീശൻ ഒരു നിലപാട് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടും സസ്പെൻഷന് വേണ്ടിയും അതിനുശേഷവും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആളായിട്ടും ഇപ്പോൾ ഈ കാര്യത്തിൽ പ്രതികരിക്കാതെ മാറി നിൽക്കുന്നു എന്നതാണ് മനസ്സിലാകാത്തൊരു കാര്യം. രാഹുലും ഷാഫിയും അവരെ പിന്തുണച്ച കേസിയും ഇങ്ങനെ പ്രതിക്കൂട്ടിൽ പിന്നാലെ നിർത്തപ്പെടുന്ന സാഹചര്യമുണ്ട്. സതീശന്റെ ആരംഭത്തിലേയുള്ള നിലപാട് നമ്മുടെ മധ്യത്തിലുണ്ട്. എന്നാൽ പരാതിക്ക് ശേഷമുള്ള സാഹചര്യത്തിൽ പാർട്ടിക്ക് വേണ്ടി പ്രതിരോധം തീർക്കാൻ അദ്ദേഹം എത്തുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കണം ആ പോയിന്റ്. രാഹുലിനെ കൊണ്ടു നടന്ന ഷാഫി വിചാരണ ചെയ്യപ്പെടട്ടെ എന്ന നിലപാടാണോ ഇതിന് പിന്നിൽ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതുവഴി കേരള പൊളിറ്റിക്സിലേക്ക് കടന്നു കയറാനുള്ള കേസിയുടെ തന്ത്രം പരാജയപ്പെടുത്തുക എന്നുള്ള, അല്ലെങ്കിൽ ആ ഷാഫിയുടെയും രാഹുലിൻ്റെയും പിന്തുണയോടെയുള്ള കേസിയുടെ രംഗപ്രവേശം തടയുക എന്നുള്ളതിൻ്റെ അടുത്ത ഘട്ടമാണോ സതീശൻ്റെ മൗനത്തിൻ്റെ കാരണം എന്നുള്ള ചോദ്യവുമുണ്ട്. കോൺഗ്രസിലെ രാഷ്ട്രീയം ഒരാശങ്കയായി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴും രാഹുൽ ഷാഫി ടീമിനുള്ള ക്യാപ്സൂളുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ഈശ്വർ തുടരുകയും ചെയ്യും എന്ന് തന്നെ മനസ്സിലാക്കണം. രാഹുലിന് നല്ലത് മാത്രം വരട്ടെ. ഏത് രാഹുലിന്? രാഹുൽ ഈശ്വറിനല്ല, രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും നല്ലത് മാത്രം വരട്ടെ. നന്ദി, നമസ്കാരം.